മെറ്റാകോഗ്നിഷൻ, ഇതിനെക്കുറിച്ച് ആരൊക്കെ കേട്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ആക്ച്വലി മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത് നമ്മുടെ തന്നെ തോട്ട്സിനെ ഒബ്സർവ് ചെയ്യുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് സെഡ് ടു ബി വൺ ഓഫ് ദ മോസ്റ്റ് ഇൻ്റലിജൻറ്റ് ഫാക്ടർ എ ഹ്യൂമൻ ബീയിങ് ക്യാൻ ഹാവ്. മെറ്റാകോഗ്നിഷൻ വഴി നമ്മുടെ തോട്ട്സിനെ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ആ തോട്ട്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനും സാധിക്കും. ലൈക്ക് നമുക്കൊരു തോട്ട് വരുമ്പോൾ അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് വേർതിരിക്കാനും അത് നമുക്ക് ആവശ്യമുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് മനസ്സിലാക്കി ആവശ്യമില്ലാത്തതിനെ ഡിലീറ്റ് ചെയ്ത് കളയാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു സ്കില്ല് തന്നെയാണ് മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെയൊക്കെ ബ്രെയിൻ എപ്പോഴും ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് അതിൻ്റെ ഡിഫോൾട്ടായിട്ട് എപ്പോഴും നെഗറ്റീവ് ഫീലിങ്സ് ആയിരിക്കാം വരിക, ഡ്യൂ ടു വാട്ട് യു ഹാവ് ഫേസ്ഡ് ഇൻ അവർ ചൈൽഡ്ഹുഡ്, ട്രോമാസ്, അൺഹീൽഡ് ഇമോഷൻസ്, അങ്ങനെയൊക്കെ. സോ വി ക്യാൻ ആക്ച്വലി ചേഞ്ച് ദാറ്റ്. വി ക്യാൻ ആക്ച്വലി ചേഞ്ച് ദോസ് തോട്ട്സ്. ഓട്ടോ പൈലറ്റ് മോഡ് മാറ്റിയിട്ട് നമ്മുടെ ലൈഫിൻ്റെ പൈലറ്റ് നമ്മൾ തന്നെ ആകാം. ഓക്കെ, അതിനെയാണ് നമ്മൾ മെറ്റാകോഗ്നിഷൻ അല്ലെങ്കിൽ സെൽഫ് അവെയർനെസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ സെൽഫ് അവെയർ ആയിരിക്കുക. നമുക്ക് ഒത്തിരി തോട്ട്സ് ഉണ്ടാകാം നമ്മളെ ലൈഫിൽ ബുദ്ധിമുട്ടിക്കുന്നത്, ലൈഫിൽ കുറേ സ്ഥലങ്ങൾ നമ്മളെ സ്റ്റക്കാക്കി വയ്ക്കുന്നത്. ആ തോട്ട്സിനൊക്കെ നമ്മുടെ ലൈഫിൽ കൺട്രോൾ കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രാജ്വലി നമ്മുടെ ലൈഫിനെ ആ തോട്ട്സ് വിഴുങ്ങും, നമുക്ക് നമ്മുടെ ലൈഫില്ലാതാവും. സോ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ബെസ്റ്റ് ആൻഡ് ബെറ്റർ ലൈഫ് കിട്ടണമെങ്കിൽ എല്ലാവരും പറയുമല്ലേ, നമ്മളെ തന്നെ പുഷ് ചെയ്യണം. നമ്മളെങ്ങനെയാണ് പുഷ് ചെയ്യേണ്ടത്? അൺഹെൽത്തി ആയിട്ടാണോ? ഒരിക്കലും അല്ല. ദ വെരി ഹെൽത്തി വേ ഇസ് ടു ബി അവെയർ ഇൻ ദ വെരി ഫസ്റ്റ് പ്ലേസ്. അവെയർ ആയിരിക്കുക, നമ്മുടെ തോട്ട്സിനെ നമ്മൾ തന്നെ വാച്ച് ചെയ്യുക. ഇഫ് ദേ ആർ ഗോയിങ് ഓവർ ബോർഡ്, control them.